കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ മണിമലയാർ കരകവിഞ്ഞ് ഒഴുകി പുത്തഞ്ചന്ത മേഖലയിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണിമലയാറിന് കുറുകെ ചാച്ചിക്കവലയിലുള്ള മുണ്ടക്കയം ചെക്ക് ഡാം പൊളിച്ചു മാറ്റണമെന്ന് മുണ്ടക്കയം പഞ്ചായത്തിലെ ഒരു വിഭാഗം ജനപ്രതിനിധികൾ ആവശ്യപ്പെടുമ്പോൾ കടുത്ത എതിർപ്പുമായി മറുവിഭാഗം രംഗത്ത്. ഓരോ മഴക്കാലത്തും മുണ്ടക്കയം കോസ്വേ പാലവും പുത്തഞ്ചന്ത മേഖലയും വെള്ളത്തിനടിയിലാകുന്നത് ചാച്ചിക്കവല ചെക്ക് ഡാം നിറയുന്നതാണെന്നാണ് ഒരു വിഭാഗം ജനപ്രതിനിധികൾ വാദിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രളയ ദുരിത മേഖല സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ചെക്ക് ഡാം സന്ദർശിച്ചിരുന്നു. ഈ വേളയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ ചെക്ക് ഡാം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം കളക്ടറുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റി റെസൊല്യൂഷൻ പാസാക്കി നൽകുവാൻ കളക്ടർ നിർദ്ദേശം നൽകിയതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ഡാം പൊളിച്ചു നീക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവും മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റുമായ സൂസമ്മ മാത്യുവും പുത്തഞ്ചന്ത 4ാം വാർഡ് മെമ്പറും ഇടതുപക്ഷ പ്രവർത്തകനുമായ ബെന്നി നെയ്യൂരും അഭിപ്രായപ്പെട്ടു. വിഷയത്തിലെ കലക്ടർ വന്നിരുന്നു. നമ്മുടെ വെള്ളം കയറിയവരെല്ലാം ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ തന്നെ നേരിട്ട് കലക്ടറോട് പറഞ്ഞു, ഒന്നെങ്കിൽ ചെക്ക് ഡാം പൊളിക്കണം, അല്ലെ ബൈപ്പാസ് പൊളിക്കണമെന്ന്. അപ്പോൾ അവിടെയുള്ളവർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ചെക്ക് ഡാം ബൈപ്പാസ് പൊളിക്കുക എന്നുള്ളത് നമുക്ക് നടക്കുന്ന കാര്യമല്ല. പിന്നെ ചെക്ക് ഡാമിൻ്റെ കാര്യം നമുക്കത് എന്താണ് ചെയ്യാം. അന്നേരം കലക്ടർ പറഞ്ഞു, ഒരു കമ്മിറ്റി കൂടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി തരിക, ഇറിഗേഷനിലേക്ക് അത് നമ്മൾ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇറിഗേഷൻ വന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ ഉചിതമായ ഒരു നടപടി എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കി ഇറിഗേഷന് കൊടുക്കാനാണ് കലക്ടർ നമ്മളോട് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യാനാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ, ഇവിടുത്തെ പുത്തഞ്ചന്തയിലെ ജനങ്ങൾ ചെക്ക് ഡാം പൊളിക്കുക തന്നെ ചെയ്യണമെന്നാണ്. അവർ ഒരേ പിടുത്തത്തിൽ നിൽക്കേണ്ട, അവർ സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരും. ഒരു കാരണം ഇനിയും അവർക്കൊരു ദുരന്തം അനുഭവിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് ചെക്ക് ഡാം എന്ന് പറയുമ്പം അത് സമയബന്ധിതമായി തുറന്നു വിട്ടെങ്കിൽ പോലും ഈ പ്രളയം ഉണ്ടായി. ഇവിടെ ഒരു ത്രാമഴയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കയറുകയാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ഡാമിൽ ഇപ്പം നിലവിൽ ആരുമില്ല. ഒരു 6 അടിയോളം താഴെയുള്ള ചെക്ക് ഡാമിൽ ഇപ്പോൾ ഒരു 2 അടി വെള്ളം പോലും സ്റ്റോർ ചെയ്യാനില്ല. അതിൻ്റെ ഒരു കാച്ച്മെൻറ്റ് ഏരിയയായ ഒരു 100 മീറ്ററോളം മണ്ണ് വെക്കലും അടിഞ്ഞു കിടക്കുകയാണ്. അപ്പം അതൊരു സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടുകയാണ്. അത് കാരണം തന്നെ മണിമേലിൻ്റെ ഇരു സൈഡിലും വലിയ മൺതിട്ടകൾ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കോസവും താഴോട്ട് നോക്കിയാൽ ഒരു 8 അടി 10 അടി പൊക്കമുള്ള മൺതിട്ടകൾ രൂപപ്പെടുകയാണ്. ഒരു ടണലിൽ കൂടെ വെള്ളം വരുന്ന പോലെയാണ് ഇപ്പോൾ മഴക്കാലത്ത് വെള്ളം വരുന്നത്. അപ്പോൾ ഈ ചെക്ക് ഡാം പൊളിച്ചു നീക്കിയാൽ ആ സ്വാഭാവികമായി വരുന്ന വെള്ളം ഒഴുകിപ്പോവുകയും എക്കലും ചെളിയൊക്കെ ഒഴുകിപ്പോയി പഴയ മണിമലയാറിനെ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയും. അവിടെ ആ പമ്പ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കുടിവെള്ള പദ്ധതികൾ തടസ്സപ്പെടുന്നു. പക്ഷേ ഈ ചെക്ക് ഡാം വരുന്നതിന് മുമ്പും ഈ കുടിവെള്ള പദ്ധതി വളരെ മനോഹരമായി നടന്നുകൊണ്ട് പോവുകയാണ്. നമുക്കതിന് മാർഗ്ഗങ്ങളുണ്ട്. ചെക്ക് ഡാം പൊളിച്ച് കളഞ്ഞാലും നമുക്ക് തൊഴിലുറപ്പിൽ പറ്റി ചെക്ക് ഡാം പൊളിച്ചു കഴിഞ്ഞ് വേനൽക്കാലത്ത് മണൽച്ചാക്ക് ഉപയോഗിച്ച് ഒരു ലോക്കൽ ചെക്ക് ഡാം നിർമ്മിക്കാം. തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് നിർമ്മിക്കാം. പഞ്ചായത്തിന് സോഴ്സ് വരുന്നില്ല. അത് കഴിയുമ്പം വെള്ളം വരുമ്പോൾ അത് തള്ളിപ്പൊക്കോളും. അപ്പം ചെക്ക് ഡാം പൊളിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യത എനിക്കുള്ള പോലെ തന്നെ നാട്ടിലെ മറ്റു പ്രദേശങ്ങളിൽ കുടിവെള്ളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധി നിലയിലുണ്ട്. അതിന് നമുക്ക് താൽക്കാലിക തടയണ നിർമ്മിക്കാം. അതിനൊരു പരിഹാരമാകും. അപ്പം ഈ ഒരു പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്നാൽ പ്രദേശത്തെ മുതിർന്ന CPM നേതാവും 23ാം വാർഡ് മെമ്പറുമായ CV അനിൽകുമാർ ശക്തമായ എതിർപ്പുമായി രംഗത്ത് എത്തി. ഇതോടെ മുണ്ടക്കയം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് ഇടയിൽ ചെക്ക് ഡാമിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളും ശക്തമാകുകയാണ്. മണിമലയാറ്റിൽ വെള്ളപ്പൊക്കത്തിന് കാരണം ബൈപ്പാസ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും വെള്ളനാടി ചെക്ക് ഡാം നിറയുന്നതുമാണെന്നാണ് സൂസമ്മ മാത്യുവും ബെന്നി നെയ്യൂരും അവകാശപ്പെടുന്നത്. അതിനാൽ ചെക്ക് ഡാം പൊളിച്ചു നീക്കണമെന്നാണ് ഇരുവരുടെയും ആവശ്യം. ഇതേ ആവശ്യവുമായി പുത്തഞ്ചന്ത നിവാസികളും രംഗത്തുണ്ട്. അതേസമയം കടുത്ത വേനലിൽ മുണ്ടക്കയം മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനായി 4ഓളം കുടിവെള്ള പദ്ധതികൾ ചെക്ക് ഡാമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും കൃത്യവും ശാസ്ത്രീയവുമായ പഠനം നടത്തിയതിനു ശേഷവും ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷവും മാത്രമേ ചെക്ക് ഡാം പൊളിച്ചു നീക്കൽ നടപടിയിലേക്ക് കടക്കാവൂ എന്നുമാണ് CV അനിൽകുമാറിന്റെ നിർദ്ദേശം. അല്ലാത്തപക്ഷം വേനലിൽ മുണ്ടക്കയം ടൗണിലും സമീപ മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയുണ്ടാകുമെന്നും ഇദ്ദേഹം പറയുന്നു. ഇപ്പോൾ ചെക്ക് ഡാം മുണ്ടക്കയത്തുണ്ടായത് 2006-ലാണ്. 2006 ഉണ്ടാവാൻ കാര്യം വേനൽക്കാലത്ത് നമ്മുടെ മുണ്ടക്കയത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും കടുത്ത വരൾച്ചയാവും. കുടിവെള്ളം ലഭിക്കാനാവാത്ത ഒരു സാഹചര്യത്തിലാണ് അന്ന് ശ്രീ ജോർജ് മാത്യു MLA ആയിരുന്ന കാലഘട്ടത്തിൽ ചെക്ക് ഡാം ഇവിടെ പണി കഴിപ്പിച്ചത്. അപ്പോൾ ആ കാലത്തൊന്നും ഈ പറഞ്ഞ വെള്ളപ്പൊക്കം പുത്തഞ്ചന്തയോ വരിക്കാനെയോ ബാധിച്ചില്ല.
സമീപകാലത്ത് ഒരു 5, 6, 7 വർഷമായിട്ടാണ് നമ്മുടെ മുളങ്ങയം പുത്തഞ്ചന്ത ഭാഗത്ത് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയാം, ഈ ബൈപ്പാസിൻ്റെ വരവും, ബൈപ്പാസ് കുറേയധികം ആറിലേക്ക് കയറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായതാണ് ആ ആറിൻ്റെ ഭാഗം കൂടുതൽ ഇടുങ്ങിപ്പോവുകയും അങ്ങനെ വെള്ളം കയറുന്ന സ്ഥിതി വന്നിട്ടുമുണ്ട്. നമ്മളിപ്പം ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ ഈ ചെക്ക് ഡാമിനെ ആശ്രയിച്ചാണ് മുണ്ടക്കയത്തെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതി. ആ കുടിവെള്ള പദ്ധതി മുണ്ടക്കയം ടൗൺ ഉൾപ്പെടെ പുത്തഞ്ചന്ത ഉൾപ്പെടെ നമ്മുടെ പാറയിലമ്പലം, EMS കോളനി, പരിക്കാനി, അതുപോലെ തന്നെ നമ്മുടെ ചെളിക്കുഴി, പൈങ്ങന, അങ്ങനെ മുണ്ടക്കയത്ത് തൊട്ടടുത്തുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കുള്ള കുടിവെള്ളം എത്തുന്നത് ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയാണ്. ആ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം ലഭിക്കുന്നത് ചെക്ക് ഡാം കാലവർഷത്തിലാണെങ്കിലും വേനൽക്കാലത്ത് തന്നെ ഷട്ടറടച്ച് വെള്ളം ഒരേ സ്റ്റേജിൽ നിലനിർത്തുന്നതുകൊണ്ടാണ് സുഭിക്ഷമായിട്ട് വെള്ളം ലഭിക്കുന്നത്. ഇത് വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതി മാത്രമല്ല, പഞ്ചായത്തിന് തന്നെ വേങ്ങക്കുന്ന് കുടിവെള്ള പദ്ധതി, കീച്ചമ്പാറ കുടിവെള്ള പദ്ധതി, മുരുകല്ലുംപുറം കുടിവെള്ള പദ്ധതി, കുടിവെള്ള പദ്ധതികളെല്ലാം സുഭിക്ഷമായി വെള്ളം ലഭിക്കുന്നത് ഈ ചെക്ക് ഡാം ഉള്ളതുകൊണ്ടാണ്. ഇതിനകത്ത് നമ്മൾ വിവാദത്തിലേക്ക് പോകാതെ പുത്തഞ്ചന്ത ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ എന്താണ് മാർഗമെന്ന് ആ രംഗത്ത് വൈദഗ്ധ്യമുള്ളവരുടെ ഒരു ശാസ്ത്രീയമായ പഠനം നടക്കണം. അപ്പം ബൈപ്പാസ് വിളിക്കുക എന്നുള്ള അപ്രായോഗിക. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുക. ഇനി ചെക്ക് ഡാം മാത്രമാണ് തടസ്സമെന്നുണ്ടെങ്കിൽ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇവിടെ കുടിവെള്ളത്തിന് യാതൊരു തടസ്സവും ഇല്ലാതെ താഴെഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ മറ്റൊരു ചെക്ക് ഡാം ഉയർത്തിയിട്ട് വേണം ഈ ചെക്ക് ഡാം പൊളിക്കുന്ന കാര്യം ആലോചിക്കേണ്ടത്. അടിയന്തരമായി ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടൺ കണക്കിന് മണലും മാലിന്യങ്ങളും നീക്കം ചെയ്താൽ ഡാമിന്റെ സംരക്ഷണ ശേഷി ഉയരുകയും മണിമലയാറ്റിലെ വെള്ളമൊഴുക്ക് സുഗമമാകുകയും ചെയ്യുമെന്നും ഇതുവഴി വെള്ളപ്പൊക്കം ഒഴിവാക്കുവാൻ കഴിയുമെന്നുമാണ് CV അനിൽകുമാറിന്റെ അഭിപ്രായം. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.